ഹലോ ഗൈസ്, അപ്പൊ ഇന്ന് നമ്മൾ വൈകിട്ട് പുറത്തോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്ന് എവിടെ പോവാണ്? നമ്മള് കൊട്ടിയത്ത് പോകുന്നു. നമ്മൾ നമ്മുടെ ആന്റിയുടെ വീട്ടിലോട്ട് പോവാണ്. അവിടെ ചെന്നില്ലെങ്കിൽ ആന്റി കഴിക്കും. നമ്മളിപ്പം പ്രോപ്പർ ബാംഗ്ലൂരാണ്. നമ്മൾ ബാംഗ്ലൂരിൽ നിന്ന് ബോർഡർ താണ്ടി തമിഴ്നാട് വഴി ഹൊസൂർ എത്തണം. നമ്മൾ ബാംഗ്ലൂർ അർബൻ എന്ന്, ഇത് ബാംഗ്ലൂർ റൂറൽ സൈഡാണ്. ഇത് കഴിഞ്ഞാണ് നമ്മൾ തമിഴ്നാട് ബോർഡർ കയറാൻ പോകുന്നത്. നമ്മൾ കാണുന്ന ടെമ്പിൾ, തിരുപ്പതിയുടെ എന്തോ മിനി വെർഷൻ അല്ലേ. ഇവിടെ വന്ന ആൾക്കാർ മുട്ടയൊക്കെ അടിക്കാറുണ്ടെന്നാണ് പറയുന്നത്. നന്ദു ആ മുട്ട അടിക്കുന്നതായിരിക്കും. നമ്മൾ അമ്പലത്തിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അമ്പലം. തമിഴ്നാട്ടിലേക്ക് പൊത്തിറങ്ങുന്നത് കണ്ട, ഹൊസൂർ എന്നാണ് കണ്ണട എഴുതുന്നത്. നമ്മളുടെ ബാംഗ്ലൂരിൽ നിന്ന് കർണാടക തമിഴ്നാട്ടിലോട്ട് പോവാണ്. ഇതാണ് ആ ഷോർട്ട് കട്ട്. തമിഴ്നാടിനെയും കർണാടകയും എല്ലാരും നല്ല ടയേർഡായിട്ട് ഇരിക്കുകയാണ്. ഭയങ്കര ജേർണി ആയിരുന്നല്ലോ. വീട്ടിൽ നിന്ന് 17 കിലോമീറ്റർ ആണ് കഴിഞ്ഞത്, മനസ്സിലായി. അപ്പോഴത്തേക്ക് എല്ലാരും, നമ്മൾ രാവിലെ 10 മണി കിടന്നുറങ്ങും, ഇവര് രാവിലെ 5:30 ആയിട്ട് എണീച്ച് ഒരു കാര്യങ്ങളൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ചില ഷോർട്ട് കട്ട്സ് കണ്ടപ്പോഴായിരുന്നു നമ്മുടെ നാടാണ് എന്തുകൊണ്ടും ഭേദമെന്ന് തോന്നിയത്. കാരണം ഇത് തീർത്തും ഒറ്റപ്പെട്ട ഒരു വഴിയായിട്ടാണ് തോന്നിയത്. ഇവിടെ മിക്ക വഴികളും ഇത് കണക്ക് തന്നെ, സൈഡിലൊന്നും അധികം ആൾതാമസമൊന്നുമില്ല. രാത്രിയൊക്കെ ഈ വഴിയിൽ കൂടി വരുന്ന ചിന്തിക്കേ വേണ്ട. കാരണം വണ്ടിക്ക് എന്തേലും ഒരു പണി കിട്ടിയാൽ പിന്നെ നമ്മൾക്കൊരു സഹായം എത്താൻ ഒരുപാട് വൈകും. പിന്നെ ഇവിടെ നിൽക്കുന്നതും അത്ര നല്ലതല്ലെന്ന് ഈ വഴി കൂടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലാവും. പുലിയുണ്ട്, പുലി. ആട് സ്ഥലം ചുമ്മാ നീ പേപ്പർ വായിക്കാറില്ലേ? ഞാൻ നല്ല പറഞ്ഞ ഇവിടെ നിന്ന് ചാടിപ്പോയെന്ന് പറഞ്ഞു. എവിടുന്ന്? ഇവിടുന്ന് അങ്ങോട്ട്. നമ്മൾ ചില നല്ല വഴിയിലൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ഇതാണ് നല്ല വഴി. മീൻസ് നല്ല വ്യൂസ് ഉള്ള നമ്മുടെ തിരക്കേറിയ ഹൈവേകളിൽ നിന്നൊക്കെ മാറി വില്ലേജ് കണ്ട. ശരിക്കും പറഞ്ഞാൽ നല്ല വഴിയെന്ന് ഞാൻ ഉദ്ദേശിച്ചത് നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാം. പക്ഷേ ഒരു വണ്ടിക്ക് കഷ്ടിച്ച് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ. മറ്റൊരു വണ്ടി എതിരെ വന്നാൽ നേരത്തെ നമ്മൾ കണ്ട പോലെ കുറച്ച് കഷ്ടപ്പെടും. കാരണം സൈഡിൽ കാട് മൂടി കിടക്കുന്നതുകൊണ്ട് അധികം അങ്ങ് ഒതുക്കാനും പറ്റില്ല. കാരണം തൊട്ട് സൈഡിലെ അപ്പുറത്തും ഇപ്പുറത്തും നല്ല കുഴിയാണ്. അതുകൊണ്ട് കുളത്തിൽ മീൻ ചാടി. മീനൊക്കെ ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ കാര്യമൊക്കെ പറഞ്ഞ് ഒരുവിധം ആ വഴിയൊക്കെ തള്ളി നീക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരുന്നു ആ ഒരു സ്ഥലം എത്തിയത്. ഈ ഒരു സ്ഥലം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. നമ്മളിതാ അവിടോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ എത്തിയിട്ടില്ല. ദാ ഈ ഒരു ആലിൻ്റെ ചുവട്. നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ 1-2 പേര് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. തിരിച്ചു വരുമ്പോഴായിരുന്നു നമ്മൾ ശരിക്കും പേടിച്ചു പോയൊരു സംഭവം അവിടെ നടന്നത്. എന്താണ് നമുക്ക് തിരിച്ചു വരുമ്പോൾ കാണാം. നമ്മൾ KGF കാണാൻ പോവാണ് ഗൈസ്. KGF ഷോർട്ട് കട്ട് ആയതുകൊണ്ട് കുറച്ച് കൺജസ്റ്റഡ് ആണ്. നമ്മളിപ്പം കേറാൻ പോകുന്നത് തമിഴ്നാട്ടിലോട്ടാണ്. അപ്പൊ എല്ലാരും ഒന്ന് കൈയടിച്ചേ. തമിഴ്നാടെത്തി. കർണാടകയിൽ നിന്ന് നമ്മൾ തമിഴ്നാടെത്തി. തമിഴ്നാടെത്തിയിരിക്കുകയാണ് മക്കളെ. തമിഴ്നാടെത്തിയിരിക്കുകയാണ്. നമ്മൾ തമിഴ്നാടെത്തി. അങ്ങനെ പോകുന്ന വഴിക്ക് എന്തോ KGFന്റെ ബോണ്ട് എന്നൊക്കെ ചേട്ടൻ പറഞ്ഞ് നമ്മൾ അത് നോക്കി നടക്കുകയായിരുന്നു. ഈ സൈഡിൽ കാണുന്ന എന്തോ ഒരു ഗോഡൗൺ ആണെന്ന് തോന്നുന്നു. അല്ലല്ലോ, ഇതെന്താ വലിയ ബിൽഡിംഗ് ഒക്കെയാണ് കേട്ടോ. ഇതെന്താ സെറ്റപ്പ്, എന്തോ ഗോഡ്. നമ്മൾ ട്രെയിനിൽ വന്നപ്പോ കണ്ടായിരുന്ന ഈ മറ്റേ ആമസോണിന്റെ എന്തോ പറഞ്ഞ ഗോഡൗൺ ഉണ്ട്. ആമസോൺ അതവിടെ നമ്മുടെ അപ്പുറം തന്നെ. ഹിമഗിരി ഗേറ്റ്. ഇതെന്താ സെറ്റപ്പ്? അതുകൊണ്ടാണ് നമ്മളെ ഒരു ദിവസം രാവിലെ ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്ത് രാത്രിയായപ്പോ എത്തി. അത് കണ്ടോ, നമ്മള് കഴിഞ്ഞ ആഴ്ച ഒരു ബെഡ്ഷീറ്റ് ഓർഡർ ചെയ്ത് രാത്രിയായി പോകുന്നു. വെയർ ഹൗസ്. ശിവശക്തി ക്രാക്കേഴ്സ്. KGF കഴിഞ്ഞ ഒരു ബോർഡ് ഉണ്ടായിരുന്നില്ല. നീ എന്നെ ഇടിക്കരുത്. എവിടെ ഇവിടൊക്കെ കൃഷിയാണ്. ഫുൾ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് ഇവിടൊക്കെ. എന്ത് കൃഷി എന്നൊക്കെ ചോദിച്ചാൽ അറിയില്ല. നല്ല രീതിയിൽ കുറെ ഏരിയ അവര് എടുത്ത് കൃഷി ചെയ്യുന്നുണ്ട്. നമ്മള് പോയില്ലടാ. ഞാൻ പോയിട്ടുണ്ട് പണ്ട്. ശരിക്കും നമ്മൾ നന്ദുവിനെ വിധാൻസൗദയൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞിരുന്നതാണ്. പക്ഷെ പ്ലാൻ മാറ്റിയോണ്ട് നന്ദു കുറച്ച് കലിപ്പിലായിരുന്നു. കാരണം നന്ദുവിനെ കൊണ്ട് പ്രത്യേകിച്ച് എങ്ങും കറങ്ങാൻ പോയില്ല.
രാജരാജേശ്വരി റെസ്റ്റോറന്റ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഫാൽക്കൺ സിറ്റിയിലേക്ക് പ്രവേശിക്കുകയാണ്. ഹുസൂറിലെ ഏറ്റവും ലക്ഷറിയസ് ആയിട്ടുള്ള 5 സ്റ്റാർ അപ്പാർട്ട്മെന്റ് കോംപ്ലക്സ് ആണ്. ആ കാണുന്നതാണ് ഫാൽക്കൺ സിറ്റി. സെറ്റപ്പ് ഉണ്ട്. എന്താ തിരിയാൻ കൊത്തുകൂടുന്ന സണ്ടക്കോഴി. അപ്പൊ നമുക്ക് വഴി തെറ്റിയിരിക്കുകയാണ്. ആദ്യം കണ്ട ഫാൽക്കൺ റോഡ് തന്നെയായിരുന്നു കറക്റ്റ് വഴി. നമ്മൾ തിരിച്ചങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇവിടെ കയറുന്ന പെർമിഷൻ ഒക്കെ വേണോ? എൻട്രി സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്, ചുമ്മാ കയറ്റി വിടില്ല. നമ്മളിവിടെ ഏകദേശം 400 വില്ലാസ് ഉണ്ടെന്നാണ് പറയുന്നത്. അത്യാവശ്യം നല്ല സെറ്റപ്പാണ്. 263 എന്നല്ലേ പറഞ്ഞേ? അപ്പൊ അവന്റെ കാർ നോക്കിക്കോ കേട്ടോ. അവന്റെ കാർഡ് ഒന്ന് അറിഞ്ഞൂടെ? ആ സിറ്റി അല്ലേ? ആ, അവൻ തോന്നിക്കുന്നു. നമ്മളെ കാത്ത് ചേട്ടാ അവിടെ നിപ്പോണ്ട്. പോട്ട് ഇവിടെ എന്താ പാർട്ടിയൊക്കെ ഉണ്ടായിരുന്നു? ആ, ഇതല്ലേ വണ്ടി. എന്താ ഈ നിൽക്കുന്നതാണ് നമ്മുടെ ചേട്ടൻ. സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഗായ്സ്. ഹായ് പറയൂ. യൂത്ത കുഞ്ഞാൻറ്റി എവിടെ? നീക്കുട്ടി എവിടെ? ഹായ് നീക്കുട്ടി. ഇത് നമ്മുടെ ഫാമിലിയിലെ ഏറ്റവും ചെറുപ്പക്കാരനായ ആളാണ്. ഒരു ഹായ് പറ. നീയക്കുട്ടിയെ കണ്ടിട്ട് കുറേ നാളായതുകൊണ്ട് നമ്മൾ നീയക്കുട്ടിക്ക് ഒരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്. അങ്ങനെ ഗിഫ്റ്റൊക്കെ സൈഡിലോട്ട് വെച്ചിട്ട് അവൾ കുറച്ച് കളിപ്പാട്ടൊക്കെ ആയിട്ട് വന്നു കളിക്കാൻ തുടങ്ങി. ചേച്ചി ഓഫീസിലായതുകൊണ്ട് ചേച്ചിയെ കാണാൻ പറ്റില്ല. ചേച്ചി വരുമ്പോൾ ഏകദേശം രാത്രിയാവും. അവർ ഈ വില്ലയിലോട്ട് മാറിയിട്ട് കുറച്ച് ദിവസം ആയതേ ഉള്ളായിരുന്നു. അങ്ങനെ അതിൻ്റെ കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അവിടുന്ന് സൺസെറ്റ് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ദേ ഈ ഒരു സ്ഥലത്ത് നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ പാടത്ത് സൂര്യൻ അസ്തമിക്കുന്ന കാണാൻ പറ്റും. ഏകദേശം ആ ഒരു വ്യൂ ആണ് നമുക്ക് അവിടെ കിട്ടുന്നത്. സോ സൺസെറ്റ് ആയ സമയത്ത് നല്ല വ്യൂ ആയിരുന്നു. അങ്ങനെ നമ്മൾ താഴോട്ട് നിന്നിട്ട് നമ്മുടെ സ്ഥിരം ചായയോടിലേക്ക് കടന്നു. പക്ഷെ ഇവിടെ വളരെ കൗതുകമായിട്ട് എനിക്ക് തോന്നിയത് മുട്ട പപ്സിൽ ഒരു ഫുൾ മുട്ട ഉണ്ടായിരുന്നു. ഫുൾ മുട്ട. നന്ദു പിണങ്ങിയിരിക്കുകയാണ് ഗായ്സ്. നന്ദുവിനെ കറങ്ങാൻ എങ്ങും കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞതാ നമുക്ക് ഇവിടെ പിണങ്ങി നിൽക്കുകയാണ്. ഒരാള് നന്ദുവിനെ എങ്ങും കൊണ്ടുപോയില്ല. അതുകൊണ്ട് നന്ദു പിണങ്ങിപ്പോയി. പക്ഷെ നമ്മുടെ കൂടെ വേറൊരാളൂടെ ഉണ്ട്. ഒരു ഹായ് പറ നീ കുട്ടി. ഹായ് പറഞ്ഞേ. ഹായ് പറ. ഹായ് പറയൂല. ഇത് അവിടെ ചെറിയൊരു പാർക്ക് പോലെയാണ്. നല്ല രീതിയിലാണ് അത് പണിതിരിക്കുന്നത്. ഒരു ആംഫി തിയേറ്ററും പിന്നെ ചുറ്റിനും ചെറിയ ഗാർഡനും ഇരിക്കാൻ കുറച്ച് സ്ഥലവും. നല്ല രസമാണ് അവിടെ വന്നിട്ട് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാൻ. വൈകുന്നേരം ആകുമ്പോൾ അത്യാവശ്യം അവിടെയുള്ള ആളുകളൊക്കെ വന്ന് അവിടെ ഇങ്ങനെ നടക്കാൻ പോകും. അങ്ങനെ നമ്മളിതാ വൈകുന്നേരം പറഞ്ഞാൽ ഏകദേശം ഒരു 7 മണിയൊക്കെ ആയി കാണും. കണ്ടില്ല നീ? കറക്റ്റ് സമയത്ത് നിങ്ങൾ കണ്ടല്ലോ, വെപ്രാളപ്പെട്ടതോ ഫോക്കസ് ബ്ലറായി. എനിക്കാണെങ്കിൽ ബോർഡ് കിട്ടിയതും ഇല്ല. പക്ഷെ ഞാൻ വിട്ടുകൊടുത്തില്ല ഗൈസ്, നമുക്കത് കിട്ടി. നമ്മൾ KGF-ലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇനി അവിടെ പോയി അവിടുത്തെ ആൾക്കാരെല്ലാം രക്ഷിച്ചിട്ട് വേണം. പിന്നെ ശ്രീ, നമ്മളിപ്പോ കണ്ടിട്ട് വരുന്ന കുഞ്ഞമ്മ ഉണ്ടല്ലോ, തിരുവനന്തപുരത്ത് 10 പെണ്ണുങ്ങൾ ഓട്ടിക്കുന്ന സമയത്ത് ഓട്ടിച്ച ആളാ. ഓ, അതിലാണ് ജോലിക്ക് പോകുന്നത്. ഞാനും ഹരീഷിനും കൂടെ അത് എടുത്തുകൊണ്ട് ആയവില്ലാത്ത പ്രായത്തിൽ 100 പോയിട്ടുണ്ടാ. അവൻ ഇപ്പോഴും അത് പറയും, ഈ 100-ൽ നിന്നൊക്കെ 100 നമുക്ക് 100. ഞങ്ങൾ രണ്ടും കൂടെ കുഞ്ഞമ്മ ഞങ്ങളെ തന്നു വിട്ടു. കേട്ടാ, കുഞ്ഞമ്മ ഞങ്ങക്ക് തന്നു വിട്ടു. അത് ഇപ്പൊ ആലോചിക്കുമ്പം അതും അതിശയം. കിംസിലായിരുന്നു പോയത്. ഞങ്ങൾ മറ്റേ ഇപ്പോഴത്തെ ഇതില്ലേടാ ഫ്ലൈ ഓഫ്, മറ്റേ നമ്മുടെ ബൈപ്പാസ്, അതിലേക്കൂടെ 100-ല് 100 ഇപ്പോഴതൊക്കെ ആലോചിക്കുമ്പോ ഞാൻ ഒരു നീന്തൽ പറഞ്ഞോടാ. കോളേജിന്റെ അടുത്തൊരു കുളത്തിൽ പോയി അപ്പുറത്തോട്ടും ഇപ്പുറത്തെ എറ്റിലും വരെ നീന്തിട്ടുണ്ട്. ഇടയ്ക്കെങ്ങാടും വീണാ മുങ്ങിപ്പോയി. അങ്ങനെ നമ്മൾ തിരിച്ചു പോകാൻ ആ ഷോർട്ട് കട്ട് എടുക്കണമെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ആദ്യം നമ്മൾ വന്നത്. കാരണം ഞാൻ പറഞ്ഞല്ലോ, അത് അത്രയും ഏരിയ, ഒരു ഏകദേശം ഒരു 4-8 കിലോമീറ്റർ വിജനമായി കിടക്കുകയാണ്. എന്തായാലും ഞങ്ങൾ 2 വലിയ ആൺതരികൾ കാറിന്റെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടല്ലോ. അങ്ങനെ എൻ്റെ ധൈര്യത്തെ വിശ്വസിച്ച് ചേട്ടനും ചേട്ടത്തിന്റെ ധൈര്യത്തെ വിശ്വസിച്ച് ഞാനും ഫ്രണ്ടിൽ ഇങ്ങനെ ഇരുന്ന് വണ്ടി ഞങ്ങൾ ആ വഴി തന്നെ പോകാൻ തിരിച്ചു വിട്ടു. അങ്ങനെ ഞങ്ങൾ 2 പേരും പരസ്പരം വിശ്വസിച്ച് വണ്ടി മുന്നോട്ട് എടുത്തു. പക്ഷേ ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കാഴ്ചയാണ് ഞങ്ങളുടെ മുന്നിൽ വന്ന് പെട്ടത്. ശരിക്കും ഞെട്ടിപ്പോയി. എന്താണ് നമുക്ക് കാണാം. ഇത് ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു ചേട്ടൻ അവിടെ കൈയും കാണിച്ച് നിൽക്കുന്നു. ഈ ഇടവഴി കൂടെ ചേട്ടനെ എവിടെ കൊണ്ട് ഇറക്കണമെന്ന് നമ്മൾക്കറിയില്ല. അങ്ങനെ അത്യാവശ്യം വീഡിയോകളൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഒരു സ്ഥലത്തെത്തിയപ്പോൾ നമ്മൾ ആദ്യം കണ്ട ഒരു ആല് ഞാൻ പറഞ്ഞായിരുന്നു, അതിൻ്റെ അടുത്ത് എത്താറായപ്പോൾ ദാ നോക്കി, റോട്ടിൻ്റെ കുറുകെ ഫുൾ ആൾക്കാരും എന്തൊക്കെയോ ബഹളവും.
എന്താണെന്ന് ഒരു പിടിയുമില്ല. സൈഡിൽ ഒരു കണ്ടെയ്നർ കിടപ്പുണ്ട്. വല്ല ആക്സിഡൻ്റ് ആയതാണോ, പരിചയമില്ലാത്ത സ്ഥലമായിട്ട് നമുക്ക് നിർത്താനോ ഇറങ്ങി നോക്കാനോ ഒരു മടി. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്യാവശ്യം പേടിച്ചു. കാരണം അത്രയും ആൾക്കാരുണ്ട്. പിന്നെ സ്ത്രീകളൊക്കെ നിൽക്കുന്ന കണ്ടപ്പം മനസ്സിലായി വേറെന്തോ കാര്യമാണ്, വേറെന്തോ പറ്റിയിട്ടുണ്ട്. എന്താണെന്ന് തിരക്കാനൊന്നും നമ്മളൊന്നുമില്ല. നമ്മൾ അപ്പോഴേ അവിടെ നിന്ന് വണ്ടിയെടുത്ത് സ്ഥലം വിട്ടു. പിന്നെ നമ്മൾ അപ്പാപ്പനെ കൊണ്ട് ഇറക്കിയിരുന്നെങ്കിൽ തമ്പി ആളെ കൂട്ടി വന്നിട്ടേ നമ്മൾ ആവേശത്തിലെ പയ്യന്മാര് ദേവരത്വന്മാർ കൊണ്ട് കുത്തി കയറ്റുന്നുണ്ടോ? ആകെ വൺ സൈഡ് പോലും ഇല്ല. അതിനിടയ്ക്കാണ് അങ്ങനെ നമ്മളിതാ അതെല്ലാം കഴിഞ്ഞ് എങ്ങനെയെങ്കിലും അവിടുന്ന് വെളിയിലിറങ്ങി നമ്മൾ തിരിച്ച് നമ്മുടെ സ്ഥലത്ത്. നമ്മളുടെ ബാംഗ്ലൂർ നൈറ്റ് ലൈഫ് ഡേ 2. ഹൈ പറ പപ്പു. ഡേ 1 സ്വപ്നത്തിലായിരുന്നു. ഡേ 1 നമ്മൾ 2 ദിവസം മുന്നേ പോയല്ലോ. നമ്മൾ ഹോപ്പ് ഫാം സിഗ്നലിൽ കുടുങ്ങി കിടക്കുകയാണ്. ഏകദേശം 60 ആയി. നമ്മൾ വന്നപ്പോൾ 100 ആയിരുന്നു. അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഒരു ലോങ് ഡ്രൈവ് ആയിരുന്നു. നമ്മൾ കുറേ സ്ഥലത്തൂടെ കറങ്ങി, എങ്ങ് ഇറങ്ങാനും നിന്നില്ല. പക്ഷെ ഒരുപാട് ഏകദേശം വൺ സൈഡ് തന്നെ 1 അവറോളം നമ്മൾ ട്രാവൽ ചെയ്തു. എന്താണെന്ന് വെച്ചാൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, ചുമ്മാ കാറിൽ ഇങ്ങനെ കറങ്ങിക്കൊണ്ട് നമുക്കത് കുറച്ച് താല്പര്യമൊക്കെ ഉണ്ട്. അപ്പൊ നമ്മളൊരു ലോങ് ഡ്രൈവ് കഴിഞ്ഞിട്ട് ഒരു ചായ കുടിക്കാൻ വന്നേക്കാണ്. എല്ലാരും ദാ പോകുന്നുണ്ട്. നന്ദപ്പൻ ദാ ഇവിടെ വിളിച്ചിരിക്കുന്നു. ഇതാണ് ഇവരുടെ പ്രശാന്തി ലേഔട്ട്. അത്യാവശ്യം നല്ല ഫുഡ് സ്ട്രീറ്റ് ആണിത്. ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ഫുഡ്സ്. സോ ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ ട്രൈ ഔട്ട് ചെയ്യുന്ന പറഞ്ഞ് വന്നതാണ്. സോ എൻ്റെ മെയിൻ ഉദ്ദേശം ഒരു ചായയാണ്. അവിടെ ഇതെല്ലാം ഓരോരോ കടകളാണ്. സമയം ഏകദേശം 12 മണിയാണ്. സോ നല്ല ലൈവാണ് ഇവിടെ എല്ലാം. അപ്പൊ നമ്മൾ ഇവിടുന്ന് ഇവർക്ക് കോൾഡ് കോഫി, എനിക്കൊരു കോഫിയാണ് എടുത്തത്. ചേച്ചി ഒന്നും പറഞ്ഞിട്ടില്ല. മോമോസ്, ഫ്രൈസ്, കോൾഡ് കോഫി എല്ലാം കുടിച്ച് തീർത്തു. ഞാനൊരു സ്ട്രോങ് കോഫി പറഞ്ഞു. അപ്പൂന് ഇനിയൊരു സാധനം വരാനുണ്ട്. അതെ, ഫ്രീ ആയിട്ട് കപ്പും എടുത്തപ്പോൾ നമ്മുടെ ബാംഗ്ലൂർ നൈറ്റ് ഔട്ടിംഗ് എല്ലാം തീർന്നു. ഓക്കെ, ബൈ ബൈ. പക്ഷെ നമ്മൾ പിറ്റേന്ന് തിരിച്ചു വരാനിരുന്നായിരുന്നു. പക്ഷെ ചെറിയൊരു മാറ്റമുണ്ട്. എന്താണെന്ന് നമുക്ക് അടുത്ത വീഡിയോ കാണാം.